നമസ്കാരം. യൂറോപ്പിൽ യൂറോപ്യന്മാർ അവർ പൊതുവെ ഉറക്കെ സംസാരിക്കാത്തവരാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്ന യൂറോപ്യന്മാർ, അവിടെ പഠിക്കാൻ വരുന്ന ആളുകൾ, അകലെ നിന്ന് വേറൊരാളെ നമ്മൾ പേരെടുത്ത് വിളിച്ചാൽ നമ്മളങ്ങനെയാണല്ലോ, കൈ കൂട്ടി വിളിക്കുക, നീ വിളിക്കുമല്ലോ. അപ്പോൾ ഒരു പറയും ഡോണ്ട് ഷൗട്ട്. ഇതവർ സ്ഥിരം പറയുന്നൊരു വാക്കാണ്. മാത്രമല്ല, ഉച്ചത്തിലുള്ള എന്തെങ്കിലും ഇതേപോലുള്ള വിളി വന്നോട്ടെ തന്നെ ഓ എന്നവർ ചെവി പൊത്തും. അതവരുടെ സ്വഭാവമാണ്. അവർ സംസാരിക്കുമ്പോൾ പോലും അവരുടെ സംസാരം മൂന്നാമതൊരാൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അതിന് അലോസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. ഇങ്ങനെയുള്ള രാജ്യത്ത് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു കാര്യം ഈ ബാങ്ക് വിളിയാണ്. ഒരർത്ഥവുമില്ല ബാങ്ക് വിളി ഇപ്പോൾ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അവരെ കേരളത്തിൽ, നമ്മുടെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ അറുകൊല വിളി കാലത്ത് 5 മണിക്ക് ഭഗവാനെ വിളിച്ചുകൊള്ളത്തലാണ്. സിനിമ പാട്ടുകളാണ് വയ്ക്കുക. ഞാനിവിടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്തിന് സമീപമായിട്ട് എടക്കോട് എന്നൊരു സ്ഥലത്ത്, അവിടെ 14 സെൻറ്റ് സ്ഥലം, അവിടെ ഒരു ആശ്രമം, ആ സ്ഥലത്തിന് മുൻഭാഗത്ത് നല്ലൊരു പൂന്തോട്ടം, അങ്ങനെയൊക്കെയുള്ള സംഗീതത്തിലാണ് ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത്, അതിൻ്റെ മഠത്തിൻ്റെ അധിപതിയായിട്ട്. പിന്നീട് അതിലൊരു ട്രസ്റ്റുണ്ട്, ചെറിയ ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിലും എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് വിട്ടുപോയേണ്ടി വന്നത്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ മതിലിനോട് ചേർന്ന് കിടക്കുന്ന അപ്പുറത്തെ അമ്പലത്തിൽ ഏതോ ഒരു കൊള്ളരുതാത്തവൻ 6 ഹോൺ വാങ്ങിച്ചു കൊടുത്തു. കോളാമ്പി 6 എണ്ണം. ഇതൊരു ഈ വാർപ്പ് കൊണ്ടുള്ള നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിൽ അതുപോലെ ഒരെണ്ണം കൊണ്ടുവന്ന് അതിൻ്റെ മേലെ കെട്ടിവെച്ച് അറുകൊലവിളി ആരംഭിച്ചു. അത് നിർത്തണം, അതിങ്ങനെ അരുത്, മറ്റുള്ളവർക്ക് ദോഷമാണ്, ബുദ്ധിമുട്ടാണ്. തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്. ആ സ്കൂൾ അവർ കൂടുന്നത് 9 മണിക്കാണ്. ഇത് വന്നതിന് ശേഷം അവർക്ക് 9 മണിക്ക് സ്കൂൾ കൂടാൻ പറ്റാതായി തുടങ്ങി. അവിടെ ഇന്ന പൂജയ്ക്ക് ഇന്ന പാട്ട്, ഇന്ന പൂജയ്ക്ക് ഇന്ന പാട്ട്, ഇന്ന പൂജയ്ക്ക് ഇന്ന പാട്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് എവിടുത്തെ നിയമമാണ്? മാത്രമല്ല, ഈ പാട്ട് വയ്ക്കുന്ന സ്ത്രീ ചെവിട് കേൾക്കില്ല, കഴിഞ്ഞില്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും കേൾക്കണമെങ്കിൽ അതിങ്ങ് ഫുൾ സൗണ്ടിൽ വെക്കണം, അത് ഫുൾ വോളിയത്തിൽ വെക്കണം. എന്തിനു പറയുന്നു? ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ്, സ്കൂളിൻ്റെ ഗതികേട് എന്താ എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം അമ്പലത്തിൻ്റെ ആൾക്കാരും മറ്റെല്ലാവരും കൂടി വന്ന് പറഞ്ഞു, സ്വാമി അങ്ങനെ പോകരുത്, അതൊരു ബുദ്ധിമുട്ടാണ്, ഞങ്ങളത് എങ്ങനെ ചെയ്യാം, അങ്ങോട്ട് തിരിച്ചു വയ്ക്കാം, ശബ്ദം കുറയ്ക്കാം എന്നൊക്കെയും പറഞ്ഞു. തൽക്കാലം എനിക്കറിയാം നടക്കുന്ന കാര്യമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. 3 ദിവസം 4 ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ അവരോട് പറയാമെന്നില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോയി. കാരണം അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാനതിനെ അറുകൊലവിളി എന്നാണ് പറയുക. ഇതൊന്നും ആചാരത്തിലുള്ള കാര്യങ്ങളല്ല. ഇതുപോലെ പണ്ട് അറേബ്യൻ നാടുകളിൽ ഈ ഇസ്ലാം ഉദയം ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ അന്ന് അവർക്കുള്ള തൊഴിൽ ആടുമാട് മേക്കലും ഒട്ടകം മേക്കലും അതിൻ്റെ പാല്, ഇതൊക്കെ മാത്രമാണ് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. മീൻ പിടിക്കുക, ചുട്ടു തിന്നുക, പിന്നെ കാരയ്ക്ക പഴം പറിക്കുക, ഇതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ സമയത്ത് മരുഭൂമിയുടെ ഒരു വശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിക്കുകൾ തിരിച്ചറിയില്ല. പിന്നെ സൂര്യനോ ചന്ദ്രനോ കണ്ടിട്ട് ദിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പൊടിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് തങ്ങൾ പുറപ്പെട്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പാട്ട കൊട്ടുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീടാണ് ഈ പ്രവാചന കാലഘട്ടത്തിലാണ് അതൊരു വാങ്കുവിളിയാക്കി മാറ്റിയത്. ഒരു കറുത്ത വർഗ്ഗക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വാങ്ക് വിളിക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആരെങ്കിലും പറയുക, അതിനാണ് നമുക്ക് റൈറ്റ് മാർക്കറ്റ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ അയ്യന്തോളുണ്ട്. അയ്യന്തോൾ കളക്ടറേറ്റിൻ്റെ തൊട്ട് മുമ്പിലാണ് അവിടെ പള്ളിയുള്ളത്. നിറച്ച് അവിടെ വക്കീൽമാരുടെ ഓഫീസുകളാണുള്ളത്.
ഇതിൻ്റെ നടുവിലാണ് ഈ പറഞ്ഞ വാങ്കുവിളി ഭയാനകമായിട്ടുള്ള ശബ്ദത്തിൽ വെക്കുന്നത്. പിന്നെ അവിടെ കളക്ട്രേറ്റ് ഉള്ളത് കൊണ്ടും പോലീസ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ഒരു സൗമ്യത കാണിക്കും. അതിൽ പുതിയൊരാൾ വന്നാൽ വീണ്ടും ശബ്ദം കയറ്റും, വീണ്ടും കംപ്ലയിൻറ്റ്. ഏതായാലും യൂറോപ്യൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ ശബ്ദം അവർക്ക് ഇഷ്ടമല്ല. അതൊരു പൊല്യൂഷനായിട്ടാണ് കാണുന്നത്, സൗണ്ട് പൊല്യൂഷനായിട്ടാണ് അവർ കാണുന്നത്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പം ഞങ്ങളുടെ തന്നെ ആശ്രമത്തിൽ ഈ റൂമിൻ്റെ പുറത്ത് ഞങ്ങൾ ലൈറ്റ് ഇടാറില്ല. റൂമിൻ്റെ പുറത്ത് ലൈറ്റ് ഇടുകയാണെങ്കിൽ 0 ബൾബോ എന്തെങ്കിലും അത് ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. അല്ലെ അതിൻ്റെ മുമ്പിലൊരു മറവുണ്ടായിരിക്കും. കാരണം സൗണ്ട് പൊല്യൂഷനുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് പൊല്യൂഷനുണ്ട്. പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ പാട്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നാ ചോദ്യം. ഏതായാലും ഡെൻമാർക്ക് ഒരു തുടക്കം വെച്ചിരിക്കുകയാണ്. യൂറോപ്പിലെ പല കൺട്രീസും അത് നിരോധിച്ചു വച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായിട്ട് ബാങ്ക് വിളി നിയമപരമായിട്ട് നിരോധിക്കുകയാണ് ഇപ്പോൾ ഡെൻമാർക്ക് സർക്കാർ. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇസ്ലാമികവൽക്കരണം അതുമാത്രമല്ല പ്രശ്നം. ഇതിൽ പറയുന്ന വാക്കുകൾ ആർക്കറിയുക? ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അറബി അറിയൂ. ഇപ്പോൾ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കും അറബിയൊന്നും അറിയില്ല. ആയതുകൊണ്ട് തന്നെ അതിനെ മലയാളവൽക്കരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എന്താണ് ഈ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതും അവർ ചെയ്യില്ല. ഏതോ പ്രാകൃത അറബിയിലാണ് അവരുടെ ഈ വാങ്കുവിളിയുള്ളത്. ഒരിക്കൽ ഒരു RSSകാരൻ അല്ലെങ്കിൽ ആ താല്പര്യമുള്ള ഒരാളെന്നോട് പറയാം, അവർ വിളിക്കുന്ന കണ്ടില്ലേ സ്വാമി, അവർ വിളിക്കുന്ന കണ്ടില്ലേ സ്വാമി, എന്താ RSS വാലേ എന്നും RS വാലേ എന്തോ അവർ പറയുന്നത്. അപ്പോൾ ഇവൻ കേട്ടത് RSS വാലേ ധൈര്യമുണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഈ കേരളത്തിൽ പിന്നെ ഇവർ ഏതെങ്കിലും പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇവർ കുറേ അറബി ഉച്ചരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അറബി ഉച്ചരിക്കുന്നത്? മറ്റൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തുള്ള ആളല്ല ഞാൻ സംതിങ് സ്പെഷ്യലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് അറബി ഉച്ചരിക്കുക. അറബിയിലെ കുറേ ഖുറാനിലെ കുറേ ആയത്തുകളോ ഹദീസുകളോ എനിക്കറിയില്ല, അതങ്ങോട്ട് ഉദ്ധരിക്കുക. എന്നിട്ട് പിന്നെ പച്ചമലയാളം. ഈ പച്ചമലയാളം എന്താ വടവിളിയാണ് പിന്നെ. അപ്പോൾ ഇതൊക്കെ തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പ്രകടനാത്മകത ഇതിനകത്തുണ്ട്, എക്സിബിഷനിസം ഇതിനകത്തുണ്ട്, ശരിയല്ലാത്തൊരു എക്സിബിഷനിസം. ഏതായാലും അത് കുറയ്ക്കൂ, മര്യാദ പാലിക്കൂ എന്ന് പറഞ്ഞേക്കാൾ നല്ലത് നിയമപ്രകാരം ഇവിടെ നിരോധിക്കുകയാണ് നല്ലത്. ഇതിലൂടെ അവർ ഇസ്ലാമികവൽക്കരണം അത് നടത്തുന്നുണ്ട്. ഈ വലുതായിട്ടുള്ള പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ. ദിവസം ഒരു പ്രാവശ്യമല്ല 5 നേരമാണ് ചെയ്യുന്നത്. അകലെയുള്ള ആളുകളൊക്കെയാണ് ശരിയാണ്. 1 കിലോമീറ്റർ അകലെയെന്നാണ് ഈ ശബ്ദം മനസ്സിൽ ഓക്കെ, അതങ്ങനെ ആകട്ടെ എന്ന് വയ്ക്കുക, ഒരു മൂളൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ തൊട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലോ, എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ഈ ഒരു സംഭവം എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ഏകദേശം 20 നില ഉയരമുള്ള ഫ്ലാറ്റ്, അതിൻ്റെ മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്ന അതിനോട് ചേർന്നിട്ടാണ് മൈക്കിൻ്റെ ഉയരം ഏകദേശം 30 അടിയാണ്. അപ്പോൾ ഇവിടെ 3 നിലയോട് ചേർന്നിട്ട് ആ 3 നിലയിൽ ഈ മൈക്കിൻ്റെ ആ സൈഡിൽ തിരിഞ്ഞിരിക്കുന്ന 3 ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകൾ ആരും വാടകയ്ക്ക് കൊടുക്കില്ല, വാങ്ങിച്ചവർക്കത് വിൽക്കാനും പറ്റുന്നില്ല. കാരണം എന്താ? ഈ സാധനം ചെവിടിനോട് ചേർന്നിട്ടായിരിക്കുന്നത്. ശരിക്കും ആ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 മീറ്റർ അപ്പുറത്താണ് ഈ സാധനം ഇരിക്കുന്നത്. മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കര ലഹളയായി മാറും. മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ അവിടെ ഉരുത്തിരിയും, അതിൻ്റെ പേരിൽ അടിയും തല്ലും നടക്കും. മതം മനസ്സിലേറ്റി നടക്കുന്ന ആളുകൾ പറയും നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയും. അവരുടെ കാതിൻ്റെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ പറയും അത് കുറച്ച് അങ്ങോട്ട് തിരിച്ചു വെക്കും കേട്ടോ ഉസ്താദെ, അതവർ കേൾക്കും. വേറെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ പറയും കണ്ടോ പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ആരും അത് ചെയ്യില്ല. മാത്രമല്ല വാടകയ്ക്ക് പോലും ആ മുറി ആരും എടുക്കില്ല, ആ 3 മുറികൾ എടുക്കില്ല. ഇനി വിൽക്കാൻ പോവുകയാണെങ്കിൽ ആരും വന്നിട്ട് ഇത് നോക്കുന്ന സമയത്ത് ആരും ആലോചിച്ച് കൊടുക്കും, അതേ നിങ്ങൾ കാലത്തൊന്ന് വന്ന് ഇതൊന്ന് നോക്കാൻ പറയും. കാലത്തെങ്ങാനും വന്ന് അവിടെ കിടന്ന് അടുത്തടുത്ത് കിടന്ന് പിറ്റേ ദിവസം കാലത്ത് 6 കൊലവിളിയായിട്ട് അവർ എഴുതി കേൾക്കുക. അവർ അയ്യോ വേണ്ടാട്ടോ പോലെ അവർ പോകും. ഏതായാലും ഇസ്ലാമികവൽക്കരണം അത് തടയേണ്ടുന്നത് യൂറോപ്യൻസ് അവർ മനസ്സിലാക്കി. ബ്രിട്ടൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് അവർ മനസ്സിലാക്കി. അത് തടയേണ്ട സമയത്ത് തടയാതെ വന്ന സമയത്ത് പിന്നീട് അത് തടയാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അവരവിടെ ഡൊമിനേഷൻ നടത്തുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ കേരളത്തിലെ സ്ഥിതി അതാണ്.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിസ്റ്റുകൾ, ബംഗ്ലാദേശ് വരുന്ന ഇസ്ലാമിസ്റ്റുകൾ ഒഴുകുകയാണ് അവിടുന്ന്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇപ്പോൾ ജിഹാദി ഭരണമാണല്ലോ നടക്കുന്നത്. കേരളത്തിൻ്റെ പേര് മാറ്റി അൽ കേരളം എന്നാക്കി മാറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ സ്ലോലി പതുക്കെ അവധാനതയോട് കൂടിയിട്ടാണ് ഈ കർമ്മം അവർ നിർവഹിക്കുന്നത്. ഏതായാലും ഡെൻമാർക്ക് ഇമിഗ്രേഷൻ മന്ത്രി മോർട്ടൻ ബോട്ട്സ്കോവ് ഒരു കാര്യം വ്യക്തമാക്കി, ഇനിയിവിടെ ഈ വിളി പറ്റില്ല എന്ന്. അതിനൊരു കോംപ്രമൈസ് ഒന്നുമില്ല. അത് ഈ ഇസ്ലാമികവൽക്കരണം അതങ്ങോട്ട് നിരോധിക്കുകയാണ്, ബാങ്ക് വിളി അങ്ങോട്ട് നിരോധിക്കുകയാണ്, കാര്യം കഴിഞ്ഞില്ലേ. പിന്നെ അതിൻ്റെ ഇത്ര ഡെസിബലിൽ ശബ്ദം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സെൻട്രൽ ലെഫ്റ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് കൂടിയാണ് ബോട്ട്സ്കോവ്. ഡാനിഷ് വാർത്താ ഏജൻസി ആയിട്ടുള്ള RIT റിറ്റ് SAVU സാവ് നാളെ എങ്ങനെ ഉച്ചരിക്കാൻ അറിയില്ല, ഇതിൽ റിട്സാവുവിനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഡെൻമാർക്കിലെ കെട്ടിടങ്ങളുടെ മുകളിലൂടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഡെൻമാർക്കിലെ കെട്ടിടങ്ങളുടെ മുകളിലൂടെ ഈ ബാങ്ക് വിളി പരന്നൊഴുകേണ്ടതില്ല. അതിനിവിടെ ഒരു സ്ഥാനവുമില്ല. ഇവിടെ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ, കുറച്ച് മുസ്ലിങ്ങളുണ്ട്, അല്ലാത്ത മതവിഭാഗക്കാരും അവിടെയുണ്ട്. ഡെൻമാർക്കിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഇസ്ലാമാബാദിൻ്റെ ഏതെങ്കിലും ഒരു പ്രാന്തപ്രദേശത്താണെന്ന് സംശയിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. രാജ്യത്ത് പതുക്കെ നടപ്പിലാകുന്ന ഇസ്ലാം വൽക്കരണം, അത് പൊതു ഇടങ്ങളിലുള്ള ഡൊമിനേഷൻ, അവരുടേതാക്കി മാറ്റൽ, അത് അമിതമായ തോതിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിൽ, ബ്രിട്ടനെ പോലുള്ള സ്ഥലങ്ങളിലേക്കും അതിൻ്റെ ഗുരുതരാവസ്ഥ അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇനി അതായത് മുളയിലെ നുള്ളിക്കളയാനുള്ള പരിപാടിയാണ്. പ്രധാനമന്ത്രി മെറ്റ ഫ്രെഡറിക്സൺ അതിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും കർശനമായിട്ടുള്ള കുടിയേറ്റ നിയന്ത്രണ നയങ്ങളാണിപ്പോൾ ഡെൻമാർക്കിൽ നിലവിൽ പിന്തുടരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം ആദ്യം പൊതുസ്ഥലങ്ങളിൽ മുഖാവരണം ധരിക്കുന്നത് രാജ്യം നിയമം മൂലം നിരോധിച്ചിരുന്നു. എനിക്കറിയാവുന്ന ഒരു ഫാമിലി, പെരിന്തൽമണ്ണയിലുള്ള ഫാമിലിയാണ്. അവർ വല്ലപ്പോഴും ഫോൺ ചെയ്യും. അവരാണ് ഈ വാർത്തകൾ എനിക്ക് അയച്ചു തന്നതും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞതും. അവരോട് പോയിട്ട് 6-7 വർഷങ്ങളായി. ഡെൻമാർക്ക് വിദേശികൾ സ്വദേശികൾ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു നാടാണ്. എല്ലാവരും ആരെ കാണുമ്പോഴും ചെറിയ ശബ്ദത്തിൽ വഴികൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഹായ് എന്ന് പറയാൻ മടിക്കാത്ത ഒരു സ്ഥലമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ വംശീയ രകളയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ആകെ കൂടി അവിടെയുള്ള പ്രശ്നം ഈ ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുള്ളത് ആണ് പറയുന്നത്. തൂറുമ്പോഴും മുള്ളുമ്പോഴും മതം തലയ്ക്ക് പിടിച്ച മതം പൊട്ടലായിട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എല്ലായിടത്തുനിന്നും അവർ തള്ളപ്പെട്ടു പോവുകയാണെന്ന് സാരം. ഏതായാലും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ വർഷം ആദ്യം പൊതുസ്ഥലങ്ങളിൽ മുഖാവരണം ധരിക്കുന്നത് നിയമം മൂലം തന്നെ നിരോധിച്ചു. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനാ മുറികൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആകെ ജനസംഖ്യയുടെ 5% വരുന്ന മുസ്ലിം സമൂഹമാണ് ഡെൻമാർക്കിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം. അവരാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേസമയം പൊതുവിടങ്ങളിലെ ബാങ്ക് വിളി നിരോധിക്കാനുള്ള ഡെൻമാർക്കിൻ്റെ ശ്രമം ഇതിനു മുമ്പ് അവർ നടത്തിയിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് 2020 2025 ഇത്തരം നിർദ്ദേശങ്ങളേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിലും പാർലമെൻറ്റിലെ പരിഗണനയ്ക്ക് അത് എത്തിയിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊരു പ്രശ്നമായത്. അന്ന് അതൊരു പ്രശ്നമാകും, പിന്നീട് പ്രശ്നമാകുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ 3-ാം തവണയാണ് ഈ നീക്കം സർക്കാർ ശക്തമായിട്ട് ഈ നീക്കം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഭരണഘടനാപരമായിട്ടുള്ള വെല്ലുവിളികൾ ഈ നിയമനിർമ്മാണത്തിന് മുമ്പിലുണ്ട്. ഡെൻമാർക്കിൻ്റെ ഭരണഘടന പൗരന്മാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കാതെ ബാങ്ക് വിളി രാജ്യവ്യാപകമായിട്ട് നിരോധിക്കാൻ നിയമപരമായി സാധിക്കുമോ എന്നാണ് സർക്കാർ നോക്കുന്നത്. അതേ സമയത്ത് മുൻപ് പറഞ്ഞ പോലെയുള്ള നോയ്സ്, അതിൽ സൗണ്ട് പൊല്യൂഷൻ, അതിനെതിരെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അതും വെച്ചുകൊണ്ടാണ് എന്തിനേറെ സൗദി അറേബ്യയിൽ വരെ അവിടെയുള്ള കോളാമ്പികളുടെ ശബ്ദം 30% കൊണ്ടുവരാൻ
അവിടെയുള്ള അത് ഇപ്പോൾ 100% അഥവാ ഒരു ശബ്ദം എന്ന് വെച്ചുള്ളൂ 100 ഡെസിബിളായിട്ട് കണക്കരിക്കുന്നതുകൊണ്ട് അത് 30 പറഞ്ഞിരിക്കുകയാണെന്ന് അർത്ഥം. 3 ചുരുക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് അർത്ഥം. എവിടെ? സൗദി അറേബ്യയിൽ. അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്ന് കാണിച്ച് മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും മുസ്ലിം കൂട്ടായ്മകളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഡെൻമാർക്ക് സർക്കാരിനെതിരെ ഉയരുന്നത്. ഇപ്പം ഡെൻമാർക്കിനും തുടങ്ങി ചുട്ടു നീറാൻ തുടങ്ങി നടത്തം പതുക്കെ പതുക്കെ. കാരണം എന്താണ്? എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അത് കഴിഞ്ഞ് ഇരവാദം മുഴക്കുകയാണ്, ഞങ്ങളെ സങ്കടപ്പെടുത്തുകയാണ്, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷത്തിൻ്റെ കുതിരകയറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥൊക്കെ വലിയ രൂപത്തിൽ അതിനെതിരെ ശബ്ദം മുഴക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെയല്ല, അവർ കാണിക്കുന്ന മ്ലേച്ഛമായിട്ടുള്ള പല പ്രവൃത്തികളുടെയും പേര്, അത് വിശ്വാസത്തിൻ്റെ പേരിൽ കൂട്ടിക്കുഴച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം എന്ന് സാരം. ഏതായാലും യൂറോപ്പിൽ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ മുന്നേറ്റം ഇനി അധികാരം ഉണ്ടാവില്ല.